ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ നല്ല കിട്ടില്ല വിശേഷമാണ് കേട്ടോ. കാണാൻ കാത്തിരുന്ന ആ വിശേഷം നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ ഗൗരിക്കാണെങ്കിൽ എന്നോ ശങ്കറിനെ കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ. ശങ്കർ അത് പ്രശ്നമാകും കേട്ടോ, അത് മര്യാദയ്ക്ക് പറ, സത്യം പറയുന്നതാണ് നല്ലതെന്ന്. അവസാനം ശങ്കറിൻ്റെ സകല നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ശങ്കർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് നിനക്ക് ഞാൻ കള്ളം പറഞ്ഞതല്ലേ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ആ കള്ളം സത്യമായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അതോടെ നിൻ്റെ പ്രശ്നമൊക്കെ തീരുമല്ലോ അല്ല ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ എന്നെ വിട എന്ന് പറഞ്ഞു. പക്ഷേ ശങ്കർ വിട്ടില്ല, ശങ്കർ ചേർത്ത് തന്നെ പിടിച്ചു കേട്ടോ. അപ്പോൾ തള്ളി അങ്ങ് മാറ്റി. എന്നിട്ട് ഈ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ് ഗൗരി. അപ്പോഴത്തേനും ശങ്കർ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് വന്നു കേട്ടോ. ഇതുകൊണ്ടപ്പോഴത്തേനും ഗൗരി ആകെ പേടിച്ച് വിറച്ച് നിൽക്കാം. അപ്പോഴത്തേനും അച്ഛൻ വന്ന് വിളിക്കുകയാണ്. ഡാ കുട്ടി ശങ്കര എന്ന് വിളിച്ചു. ഡാ വാതിലിതൊന്ന് തുറന്നേടാ, നീ അവിടെ എന്ത് കാണിക്കുക എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം മഹാദേവൻ വന്നതുകൊണ്ട് മാത്രം ഗൗരി തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴൊരു ശ്വാസം വീണ കേട്ടോ. ആ എന്താ അച്ഛാ എന്ന് ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ ഗൗരി ആ സൈഡിൽ ഇങ്ങനെ മാറി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ പേടിച്ച പോലെ നിൽക്കുകയാണ്. ഷോ, പെണ്ണിൻ്റെ സാരിത്തുമ്പ് വിട്ടിട്ട് നിനക്ക് വേറൊരു ലോകം ഇല്ല അല്ലേടാ. ശരിയാക്കി തരാൻ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു അച്ഛൻ. ഡാ നീ ഇങ്ങോട്ടേക്ക് വന്നേടാ ചക്ക, ദേ പ്രൊഫസറേയും ഫാമിലിയെയും പൂജയ്ക്ക് ക്ഷണിക്കണ്ടേ. അതെ, അത് മരുമോൻ്റെ കടമയാ, മനസ്സിലായോ? നീ ഇങ്ങോട്ട് വരാനല്ലേടാ പറഞ്ഞത് എന്ന് പറഞ്ഞു ശങ്കറിനെ വിളിച്ചുകൊണ്ട് പോവാണ് അച്ഛൻ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പം മുത്തശ്ശിയും ആരതി കൂടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ശ്യാമിന് ചായയായിട്ട് നമ്മുടെ നന്ദിനി വന്നു കേട്ടോ. അപ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ്. അയ്യോ, മഹാദേവനാണല്ലോ ഫോണിൽ വിളിക്കുന്നത്. എന്തെങ്കിലും ഇനി വേണി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നോർത്ത് വേഗം ഫോൺ എടുക്കാണ് കേട്ടോ. ഹലോ, ആ പ്രൊഫസറ് നമസ്കാരം കേട്ടോ എന്ന് പറഞ്ഞു. മഹാദേവനും രാധയും അതുപോലെ തന്നെ ശങ്കറൂടെ നിന്നിട്ടാണ് അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നത് കേട്ടോ. അപ്പം മഹാദേവൻ വേഗം തന്നെ സുഖം തന്നെയല്ലേ, തിരുവനന്തപുരത്ത് എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പം സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പം എന്തൊട്ടിനാണ് വിളിച്ചതെന്ന് അറിയോ? നമ്മളിവിടെ ഒരു പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഗൗരിക്കും കുട്ടിക്കും വേണ്ടിയിട്ടാട്ടോ പൂജ നടത്തുന്നത്. അതുകൊണ്ട് അപ്പോൾ പ്രൊഫസറും ഫാമിലിയും ആ പൂജയിൽ പങ്കെടുക്കണം, അതിനാണ് വിളിച്ചത്. പിന്നെന്താ, തീർച്ചയായിട്ടും ഡേറ്റ് എത്രയാണെന്നൊന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കണം. പിന്നെ പ്രൊഫസറ് ഞാൻ ഫോണേ എൻ്റെ മരുമോൻ അങ്ങോട്ട് കൊടുക്കാട്ടോ. പൂജയ്ക്ക് അവൻ്റെ അമ്മായിയപ്പനെ വിളിക്കേണ്ടത് അവൻ്റെ കടമയല്ലേ, അതുകൊണ്ട് പ്രൊഫസറുടെ മരുമോൻ തന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ ശങ്കറിൻ്റെ കൊടുക്കുകയാണ്. അതെ, പൂജയ്ക്ക് നീ നിൻ്റെ ശ്യാം സാറിനെ ക്ഷണിക്കട ചക്ക എന്ന് പറഞ്ഞു. ശ്യാം സാറേ, വീട്ടിൽ പൂജയാ, അച്ഛൻ പറഞ്ഞല്ലോ അല്ലേ, എല്ലാവരും ഉറപ്പായിട്ട് വരണം കേട്ടോ. വരുമല്ലോ അല്ലേ? ഞങ്ങൾ എന്തായാലും പൂജയ്ക്ക് വന്നിരിക്കും മോനെ. ഗൗരി സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല ശ്യാം സാറേ, ഗൗരി നല്ല ഹാപ്പി ആയിട്ടിരിക്കണോ. ഈ പൂജയുടെ കാര്യം അറിഞ്ഞപ്പം ആൾ നല്ല ഹാപ്പിയായി. ശങ്കറെ, വേണി മോക്ക് സുഖമാണോ എന്ന് ചോദിക്കാം. അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു രാധ. അതെന്താ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത്? അവൾ വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എന്ന് മഹാദേവൻ ചോദിക്കാം. എടാ മോനെ, ആ ഫോണിൽ തന്നേ ഒന്നുമില്ല, അവളെ പഴയ നമ്പർ തന്നെയല്ലേ, അവൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. അവളുടെ ഫോണൊന്നും അവൾ ശ്രദ്ധിക്കാറേയില്ല. അത് ചാർജ് ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കാണും. അത് കൊള്ളാലോ. എന്നായാലും അത് നമ്മുടെ പ്രൊഫസറോടൊന്ന് ചോദിക്കണമല്ലോ. നീ ആ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വാങ്ങിച്ചു. അത് പ്രൊഫസറെ, വേണി മോക്ക ആ ഫോണൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചോ. ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, കൊടുക്കാം. നന്ദിനി, ദേ വേണി മോക്കോടെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേണിമോളെ അതിലേ പോവാ. വേണിമോളെ, ദേ നിനക്കാ ഫോൺ എന്ന് പറഞ്ഞു. ആരാ? ദേ അച്ഛനാ. അപ്പുറത്ത് നമ്മുടെ അച്ഛനാ എന്ന് ചോദിച്ചു. അതേ മോളെ, മഹാദേവനാ എന്ന് പറഞ്ഞു. ഹലോ അച്ഛാ, എന്താ അച്ഛാ വിശേഷം എന്നൊക്കെ ചോദിച്ചു കേട്ടോ വേണി വേഗം. എന്തിട്ടാ അച്ഛാ പറഞ്ഞേ? എന്താ എൻ്റെ ഫോണോ? അതോ, അതിന് ചാർജ് ഫുള്ളോ തീർന്നിട്ട് ഓഫായിരിക്കാം. ഞാനിപ്പോൾ ഇതേ കുത്തി വച്ചിരിക്കാം. ഓ, അതുകൊണ്ടായിരിക്കാം നിൻ്റെ അമ്മ വിളിച്ചപ്പോൾ കിട്ടാഞ്ഞത് അല്ലേ മോളെ എന്ന് ചോദിച്ചു. അതൊക്കെ പോട്ടെ മോളെ, എന്തൊട്ടൊക്കെയാ അവിടെ വിശേഷങ്ങൾ പറഞ്ഞേ. വിശേഷങ്ങൾ എന്തൊട്ടാ ഇപ്പോൾ? അച്ഛൻ ചോദിച്ചതേ നിനക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അച്ഛൻ്റെ വേണിമോക്ക് അവിടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
അച്ഛൻ്റെ വേണിമോക്കോ ഇവിടെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അതിശയത്തോടെ നിൽക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക എന്നറിയില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് നമ്മുടെ ശ്യാം സാറും ഫാമിലിയും കേട്ടോ. എന്താ മോളെ, നിനക്കവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ, നമ്മുടെ പ്രൊഫസറേയും ഫാമിലിയെയും കുറിച്ച് അച്ഛൻ എന്തുട്ടാ കരുതിയിരിക്കണത് എന്ന് ചോദിച്ചു. അതെ, പ്രൊഫസർ ആൾ നല്ല സൂപ്പർ മനുഷ്യനല്ലേ മോളെ? അത് തന്നെ, ആ ഫാമിലിയിലെ സകല ആൾക്കാരും നല്ല പാവങ്ങളല്ലേ, സാധുക്കള്, വെറും സാധുക്കള്. എന്തുട്ട് നല്ല മനുഷ്യരാ അവര്. ആണല്ലോ, 1 തരം 2 തരം 3 തരം ആണല്ലോ അച്ഛാ. അക്കാര്യം അച്ഛന് ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇവർ അതിശയത്തോടെ നിൽക്കുക. വേണിമോളെ, നീ അച്ഛനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ പറയും മോളെ, വേഗം പറയ എന്ന് പറഞ്ഞു. അച്ഛാ, ദേ ഇവര് നല്ല ആൾക്കാരാച്ചാ, വെറും പാവങ്ങളാന്നേ. ഹോ, എന്നോട് എന്തോ ഒരു സ്നേഹാന്നറിയോ ഇവർക്കൊക്കെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്നെ. പിന്നെ ഇഷ്ടം പോലെ നമുക്ക് സ്നേഹം കിട്ടുമ്പോഴേ കഴിക്കാനും കൊടുക്കാനും കിട്ടുമോന്നൊക്കെ ആരാ നോക്കുക? അച്ഛൻ തന്നെ പറയച്ചാ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ അച്ഛൻ്റെ വേണിമോൾ അവിടെ ഹാപ്പിയാണല്ലേ? അതെ, പിന്നല്ലാണ്ട്. അച്ഛാ, ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ടിരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് വീട്ടിലാണ് സന്തോഷമായിട്ടിരിക്കുക എന്ന് ചോദിച്ചു. അച്ഛൻ എന്നെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ വിട്ടിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല കേട്ടാ, ഞാൻ ഫുൾ ഹാപ്പിയാണ് കേട്ടോ അച്ഛൻ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. ശരി കേട്ടോ എന്ന് പറഞ്ഞ് വേണി ഫോൺ കട്ട് ചെയ്ത് നന്ദിനി അമ്മയുടെ കൊടുത്തു. ദാ പ്രൊഫസറെ ഫോൺ എന്ന് പറഞ്ഞ് വേണി ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇവരുടെ മനസ്സാകെ നിറഞ്ഞു കേട്ടോ ശരിക്കും. അപ്പം മഹാദേവൻ പറയാണ്, എടാ മോനെ കുട്ടിശങ്കര, എടാ റെഡി രാധേ, നീ കേട്ടില്ലേ? നമ്മുടെ വേണിമോൾ അവിടെ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. അവൾക്ക് ഒരു പ്രശ്നമില്ല, അവൾ ഭയങ്കര ഹാപ്പിയാണ്. എടാ കുട്ടിശങ്കര, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ ശങ്കരനെ വിളിച്ചുകൊണ്ട് അച്ഛൻ അങ്ങ് പോയി. ഉടനെ രാധ ഇങ്ങനെ നിൽക്കുകയാണ്. ഷോ, എന്താ വേണി എന്താ അങ്ങനെ പറഞ്ഞത്? ഇനി അവളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് പറയിച്ചതായിരിക്കുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ രാധ ചിന്തിക്കുകയാണ്. പിന്നെ കാണും നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് നീ പുറത്തിറങ്ങി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേണി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, ഹലോ, ഒന്ന് നോക്കിയേ, ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നോ, ഇങ്ങോട്ടൊന്ന് നോക്ക് മനുഷ്യ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്തൊട്ടായാലും നമ്മളെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതെ, പോട്ടെ, അതൊക്കെ മറക്കാൻ ഞാൻ റെഡിയാട്ടോ. എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞു. ആ വിശ്വാസം നിങ്ങൾ തകർക്കില്ല എന്ന് ഒരു ഉറപ്പ് മാത്രം എനിക്ക് തരണം. എന്തേ, പറ്റുമോ മനുഷ്യ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടാതിരിക്കുക. എന്താ മനുഷ്യ, അങ്ങനെ ഒരു സിംഗിൾ ഉറപ്പ് പോലും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. ഓ, നിങ്ങളാ ദീപയിൽ അങ്ങോട്ട് ലോക്കായി പോയി അല്ലേ വേണി? ദീപ എൻ്റെ ഇപ്പം നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്, അത് നീ മനസ്സിലാക്കുക. അത് ഇപ്പോഴല്ലേ, മുമ്പ് ദീപ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്താ ശരിയല്ലേ ആദർശേട്ടാ? പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ തയ്യാറാണെന്ന് ഇപ്പം നീ തന്നെയല്ലേ പറഞ്ഞത്? ചുള്ളം കൊള്ളാലോ, അമ്പടം എടുക്ക, കറക്റ്റ് നമ്മുടെ ഓഫർമേ തന്നെ നീ കയറി പിടിച്ചൂലേ? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ദീപനെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ മാത്രം എന്താ കാര്യം? വേണി, നമുക്ക് വെറുതെ ആ ടോപ്പിക്ക് സംസാരിക്കണ്ട. എൻ്റെ മനുഷ്യ, നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. ഹോ, എനിക്ക് എന്തെങ്കിലും അമ്മ അതിന് സ്റ്റോറി ഉണ്ടായിരുന്നെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങോട്ട് വെച്ച് കീച്ചേനെ. സത്യം പറയാമല്ലോ, ഞാൻ എന്തൊട്ട് ചെയ്യാനാണെന്നറിയോ? തൃശ്ശൂർ 2 ഗുണ്ട പോലത്തെ ചേട്ടന്മാർ, പിന്നെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളെന്ന പേരും. ഓ, കേരള വർമ്മയിലും സെൻറ് തോമസ് കോളേജിലും ഒക്കെ ഉണ്ടല്ലോ എന്തുമാത്രം ചുള്ളന്മാരുണ്ടെന്നറിയുമോ? പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യാനാ? നമ്മൾ കോളേജിൽ പോയിട്ടില്ലെങ്കിലും നമ്മൾ വായി നോക്കുമ്പോഴേ ഇവന്മാരെയൊക്കെ കാണാറുണ്ട് കേട്ടോ. അവന്മാർ ചുള്ളന്മാർ ചേട്ടന്മാർ ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറയാൻ ധൈര്യം കാണിക്കണ്ടേ? ആരും കാണിച്ചില്ല കേട്ടോ. എങ്ങനെ കാണിക്കാനാ? അതെ, ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇപ്പം എന്ത് പറ്റി? നമുക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറി പോലും ഇല്ലാണ്ടായിപ്പോയി. ഓഹ്, കഷ്ടം. അത് പോട്ടെ, നിങ്ങളുടെ കാര്യം പറയുക എന്ന് പറഞ്ഞു. വേണി, നിനക്ക് എല്ലാ കാര്യങ്ങളും തമാശയാ, പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ ആവണം എന്നില്ല, അത് നീ മനസ്സിലാക്കുക. മത്താപ്പേ, ഒരുമാതിരി സെൻറ്റ് ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് നോക്കണ്ട കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞേ കേൾക്കട്ടെ. ഞാൻ എന്താ പറയേണ്ടത്?
അതെ, നിങ്ങൾക്ക് ആദ്യം ആ ദീപയോട് ഇഷ്ടം തോന്നിയത് എപ്പോഴാ പറയേ എന്ന് പറഞ്ഞു. അപ്പോഴും ആദർശം മിണ്ടുന്നില്ല. ആഹാ, കൊള്ളാലോ, ചുള്ളൻ റീവൈൻഡ് അടിക്കാല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ കുറേ പേജ് മറയ്ക്കാനുണ്ടാവും അല്ലേ മനുഷ്യ എന്ന് ചോദിച്ചു. അപ്പോഴും ആദർശം മിണ്ടാതെ നിൽക്കുക. ഒന്ന് പറയ് പ്ലീസ്, നിങ്ങൾക്ക് എപ്പോഴാണ് അവളോട് ആദ്യമായിട്ട് ഒരു ഇഷ്ടം തോന്നിയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ലെന്നോ? എന്നാൽ ശരി, അത് പോട്ടെ, എല്ലാ കാര്യവും പോട്ടെ. ഞാൻ വേറൊരു കൂട്ടം ചോദിക്കാട്ടോ. എന്നെക്കാൾ കൂടുതൽ എന്ത് ക്വാളിറ്റിയാണ് ദീപയെ കാണുന്നത്? എന്തൊട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ എൻ്റെ ബോക്സിങ് ചാമ്പ്യന് തലയും കുത്തി വീഴില്ലാന്ന് എനിക്കറിയാലോ. അതെന്തൊട്ടാന്നാ ഈ ചോദിക്കുന്നത്? പറയാ ആദർശേട്ടാ എന്ന് പറഞ്ഞു. ആ, ദീപയ്ക്ക് എന്നെക്കാളും ഗ്ലാമർ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളിയുടെ വക പെർഫോമൻസ് അതെ, സ്വയം പൊക്കി പറയുകയാണെന്ന് വിചാരിക്കില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളങ്ങ് നോക്കിയേ, ഒന്ന് നോക്കിയേ മനുഷ്യ, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുക. ചില പ്രത്യേക ആംഗിളിൽ നോക്കിയാൽ എന്തിട്ടാ ഡിറ്റോ ആണെന്നേ, ഡിറ്റോ. അതെന്താണെന്നറിയുമോ? നമ്മുടെ ശോഭനയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശന് ചിരി വരുന്നുണ്ട്. ചിരി വരാതെ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുവാണ്, ബലം പിടിച്ച്. കണ്ടില്ലേ? പിന്നെ ചിലർ പറയും പൂജാഭദ്രയുടെ ലുക്കുണ്ട്, ദിവ്യൗണിയുടെ ലുക്കുണ്ട് എന്നൊക്കെ. അതെ, എന്നാലും എല്ലാവരും പറയുന്നത് ശോഭനെ പോലെ ഉണ്ടെന്നാ കൂടുതൽ പറയാറ് കേട്ടോ. എനിക്കാണേ ശോഭനയെ ഭയങ്കര ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞു. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളതൊന്നും കൊട്ടിഘോഷിക്കാനൊന്നും പോവാറില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും ആദർശം മിണ്ടാതിരിക്കുക കേട്ടോ. അപ്പോൾ ഗ്ലാമർ വെച്ച് നോക്കിയാൽ ശോഭനയുടെ 7 അയലത്ത് വരുമോ ഈ ദീപ? പറയേ മനുഷ്യ എന്ന് പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ അവൾക്ക് നല്ല പഠിത്തമുള്ളതുകൊണ്ടാണോ സ്നേഹിച്ചത്? എന്ത് ചെയ്യാനാ, നമ്മൾ എഡ്യൂക്കേഷനിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിലും നല്ല അനുഭവജ്ഞാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയാലും ദീപയെക്കാളും ഒരു പണത്തൂക്കം മുന്നിൽ ഈ വേണി തന്നെയാട്ടോ. ശരിക്കും അതേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം കാലൊക്കെ എടുത്ത് വെച്ച്, മനുഷ്യ, ആ ദീപയെക്കാളും കറക്റ്റ് മാച്ച ഈ ഞാനാന്നേ. നമ്മളാണെന്നേ മേഡ് ഫോർ ഈച്ച് അതർ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാൻ പറഞ്ഞ കേട്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കാൻ ഞാൻ എന്തുട്ടാ മനുഷ്യ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ ചിരിക്കാട്ടോ. കുഞ്ഞു പിള്ളേരിങ്ങനെ ചോദിക്കുന്നത് പോലെ, എന്താ പറയുക, കളിപ്പാട്ടമൊക്കെ വാങ്ങിത്തരുമോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ചോദിക്കില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് വേണി ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ശരിക്കും സഹതാപവും സ്നേഹവും ഒക്കെ ആദർശന് മനസ്സിലേക്ക് വരികയാണ്. ആദർശന് ഇത്രയും പാവം ഒരു പെൺകുട്ടിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ളൊരു മനോഭാവം ആ സമയത്ത് ഇങ്ങനെ വന്നു കേട്ടോ. പറയും മനുഷ്യ, ഞാൻ സ്നേഹിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്കുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, പുതിയ കാർ വേണോ, അതോ അല്ലെങ്കിൽ കുറേ അധികം പൈസ വേണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ. ഞാനേ അതെൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം, സത്യമായിട്ട് വാങ്ങിത്തരാം. എന്നാലും നിങ്ങൾ പറയണത് എന്താണെങ്കിലും ഞാൻ വാങ്ങിത്തരാം. പ്ലീസ്, എന്നെ ഒന്ന് നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ, നിങ്ങൾ പറഞ്ഞാൽ അത് അനുസരിക്കാൻ ഞാൻ. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മത്താപ്പേ എന്ന് പറഞ്ഞു. പറ, ഞാൻ എന്തൊട്ടാ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിരിച്ചു. എന്നിട്ട് വേറൊന്നും വേണ്ട, വേറൊരു കാര്യം ചെയ്താൽ മാത്രം മതി. ഒരേ ഒരു കാര്യമുള്ളൂ. എന്തൊട്ടാ വേണ്ടത് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. BMW വേണോ, അതോ പോർഷെ വേണോ, അതോ ഏസ്റ്റൺ മാർട്ടിൻ, ലോകത്തിലെ ഏറ്റവും വില കൂടി കാറാ, അത് വേണോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു. അതോ കാറൊന്നും വേണ്ടേ, കാശ് മതിയോ എന്ന് ചോദിച്ചു വേണി. അല്ലെങ്കിലേ തിരുവനന്തപുരത്ത് കുറേ സ്ഥലവും ഫ്ലാറ്റും ഒക്കെ വേണോ? പറഞ്ഞോ, എന്തൊട്ട് വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ. നീ തെറി വിളിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ആദർശൻ. അത് മതിയോ? മോശപ്പെട്ട ഒരു വാക്ക് പോലും നീ ഉപയോഗിക്കാൻ പാടില്ല. നീ എനിക്ക് വേണ്ടി അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു തെറിയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചു. അപ്പോൾ ഉറപ്പാ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ ആദർശ്. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഞാൻ തെറിയൊന്നും പറയില്ല കേട്ടോ. നാളെ പൂജയ്ക്ക് പോകുമ്പോൾ നന്നായിട്ട് സ്നേഹിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഇങ്ങനെ ചിരിച്ചു മയക്കിയ പോരെൻ്റെ ബോക്സിങ് ചാമ്പ്യ, ഉള്ളത് തുറന്നു പറ എന്ന് പറഞ്ഞു. വാക്ക് എന്ന് പറഞ്ഞ ആദർശ്.
അപ്പോൾ സ്വന്തം തലയിൽ കൈ വെച്ചിട്ട് വേണി, ഇനി സത്യമായിട്ടും ഞാൻ ഇനി ഒരു തെറിയും പറയില്ല കേട്ടോ. പക്ഷേ നിങ്ങളെ ഞാൻ മത്താപ്പേന്ന് വിളിക്കൂ കേട്ടോ. അതെന്താണെന്നറിയോ, എനിക്ക് നിങ്ങളെ അങ്ങനെ വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതുകൊണ്ടാണ് മത്താപ്പേന്ന് മാത്രം ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആദർശ് ഇങ്ങനെ മിണ്ടാതിരുന്നു. അതേ, നമ്മൾ മാത്രം ഉള്ളപ്പോഴേ ഞാൻ വിളിക്കുള്ളൂ കേട്ടോ, ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചോ എന്ന് പറഞ്ഞു ആദർശ്. ഭയങ്കര സന്തോഷമായി വേണിക്ക്. മത്താപ്പേ എന്ന് വിളിച്ചു. അപ്പോൾ ആദർശിൻ്റെ ചിരി കണ്ടപ്പോൾ വേണിയുടെ മനസ്സൊക്കെ നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന കുട്ടി നമ്മുടെ വേണിയാന്ന് തോന്നും. അത്രയധികം ഹാപ്പിയായി വേണി കേട്ടോ. വേണിയുടെ മുഖം കണ്ടാലറിയാം. അപ്പോൾ ആദർശിന് മനസ്സ് നിറഞ്ഞു. വേണിയുടെ ആ ചിരിയൊക്കെ കണ്ട് ആ കുഞ്ഞു പിള്ളേരുടെ ആ സ്വഭാവവും ഒക്കെ ആദർശിൻ്റെ മനസ്സ് അങ്ങ് വല്ലാണ്ട് കീഴടക്കി പോയി എന്ന് പറയാം. അത്രയധികം ഹാപ്പി ആയിട്ടാണ് ആദർശം ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്ന ആദർശ് ലാപ്ടോപ്പിൽ റൂമിൽ കയറി എന്തോ ചെയ്യണം. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നു, ഒന്ന് എത്തി നോക്കി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാനായിട്ട്. എന്നിട്ട് പുറത്ത് നിൽക്കണം. അതേ എന്ന് വിളിച്ചു. അതെ, ഹലോ ആദർശേട്ടാ. ആഹാ, അതെ, അവിടെ എന്തുട്ടാ ആദർശേട്ടാ പണി? നീ എന്താ ഒളിച്ചു നിൽക്കാൻ വേണി? നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വരാന്നേ, പക്ഷേ അതിനു മുൻപ് എൻ്റെ മത്താപ്പൊന്ന് കണ്ണടച്ചേ. അതെന്തിനാ? എൻ്റെ ആഗ്രഹം ഏത് സാധിച്ചു തരാമെന്ന് പറഞ്ഞ മനുഷ്യനല്ലേ. എന്നിട്ട് ജസ്റ്റ് കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്തുട്ടിനാന്നോ? ശരി, ഞാൻ കണ്ണടച്ചു എന്ന് പറഞ്ഞു. നീ വന്നോ? അപ്പം ലാപ്ടോപ്പ് അടച്ച് താഴെ വെച്ചു. എന്നിട്ട് കണ്ണടച്ച് അവിടെ ഇരിക്കുകയാണ് പുള്ളി. അപ്പോൾ ആദർശൻ, ശരിക്കും ആദർശേട്ടൻ കണ്ണടച്ചിട്ടുണ്ടല്ലോ അല്ലേ? അടച്ചു, നീ വാ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ചെന്ന് നോക്കിയപ്പോൾ നല്ല കണ്ണൊക്കെ അടച്ച് നല്ല സുന്ദരക്കൂട്ടനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വേണി പതുക്കെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നു. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ചെന്ന് നിന്നു കേട്ടോ. മത്താപ്പേ എന്ന് വിളിച്ചു. അപ്പോൾ കണ്ണ് തുറന്നു. ആഹാ, അതെന്താ നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താന്നോ? എൻ്റെ മത്താപ്പ ഒന്ന് ഗസ് ചെയ്തേ. നോക്കട്ടെ, കണ്ടുപിടിക്കാൻ പറ്റുമോന്ന്. കുറേ നേരം ആലോചിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞു. വേണ്ട കേട്ടോ, അതെ, എൻ്റെ മത്താപ്പ അത് ഗസ് ചെയ്ത് കണ്ടുപിടിക്കത്തൊന്നുമില്ല. എന്തായാലും സർപ്രൈസ് ഞാൻ തന്നെ പൊളിക്കാം എന്ന് പറഞ്ഞ് കയ്യിലേക്ക് നീട്ടി കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരു കേക്കാട്ടോ ഇത്, വേറെ ഒന്നുമല്ല ഏണി കൊണ്ടുവന്നത്. എന്നിട്ട് ആദർശ് വാങ്ങിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വേണി മോളി നിൽക്കുന്നത് കേട്ടോ. അല്ല ആദർശേട്ടാ, നമ്മൾ രണ്ടുപേരോടുള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് അതിനുള്ള കേക്കാണ് കേട്ടോ, ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് നമ്മളോട് ആഘോഷിക്കണ്ടേ? എന്താ, ശരിയല്ലേ? നമ്മുടെ ചാരങ്ങാട്ടാണെങ്കിലേ ക്രിസ്മസൊക്കെ അടിപൊളിയാണ്, ബഹളവും പാട്ടും ഒക്കെ ആയിട്ട്. നമുക്കിവിടെ വലിയ വമ്പൻ സെറ്റപ്പിലൊന്നും ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ലൈറ്റായിട്ടൊരു കേക്കിൻ്റെ ആഘോഷമെങ്കിലും വേണ്ടേ ആദർശേട്ടാ എന്ന് ചോദിച്ചു. എന്താ വേണം എന്ന് പറഞ്ഞു ആദർശ്. എങ്കിലേ എൻ്റെ മത്താപ്പ ആ കവറൊന്ന് തുറന്നു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളി ഒരു കേക്ക്, അതിനകത്ത് ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആദർശിന്. അതെ, സ്പെല്ലിംഗ് ഒന്നും തെറ്റിയിട്ടില്ലല്ലോ, കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. കൊള്ളാം എന്ന് പറഞ്ഞു. അതെ, അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് എൻ്റെ വായിലൊന്ന് വെച്ച് തന്നേ, ഒന്ന് വെച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വേഗം അത് കട്ട് ചെയ്തു. എന്നിട്ട് വേണിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് സ്വന്തം വായിലേക്ക് അത് നീട്ടി വെച്ചു കേട്ടോ. എന്ന് പറഞ്ഞ് കുറുമ്പ് കാട്ടി പിണങ്ങി നിൽക്കുന്ന വേണിക്ക് വീണ്ടും കൊടുത്തു. അതെ, ഞാൻ ഈ കേക്ക് നിനക്ക് തരാതെ മൊത്തം ഞാൻ കഴിച്ചിരുന്നെങ്കിൽ നീ എന്നെ ഇടിക്കുമായിരുന്നോ? ഇടിക്കൊന്നുമില്ല, പക്ഷേ ഞാനേ ചിലപ്പോൾ മുട്ടുകാലി ഞാൻ കയറ്റിയേനെ എന്ന് പറഞ്ഞു. അന്നേരം ആദർശിന് ചിരിയാട്ടോ വന്നത് ഈ കുറുമ്പ് കണ്ട്. അതെ, ഞാൻ ഈ കേക്ക് കണ്ടുന്നത് എന്തൊട്ടിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്മസ് അല്ലേ, അതിൻ്റെ സന്തോഷത്തിലല്ലേ. തേങ്ങ, നിങ്ങൾ ഇപ്പോഴും ആ റൊട്ടിക്കിടാവ് തന്നെയാണ്, അമ്പീസുടാവ്. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു വേണി നിൽക്കുകയാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ആദർശ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കി നിൽക്കുക വേണീനെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മനുഷ്യ എനിക്കുണ്ടല്ലോ മറ്റൊന്നുമല്ല, എനിക്കൊരു ഉണ്ണീശോനെ വേണം എന്ന് പറഞ്ഞു. അതെ, ആ ദിവ്യഗർഭമൊന്നും അല്ലട്ടോ എനിക്ക് വേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് ആകെ നാണം കേട്ട് ഇങ്ങനെ നിൽക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയണ്ടല്ലോ അല്ലേ, എന്താ ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേണി വേഗം ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ആദർശിന് ഭയങ്കര സന്തോഷമായി. ആദർശ് ആ കേക്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഐ ലവ് യു എന്നൊക്കെ എഴുതി ആ കൊണ്ടുവന്ന കേക്ക് മനസ്സിനാകെയുള്ളൊരു കുളിർമ തന്നെ കൊടുത്തു. ആദർശിന് ഭയങ്കര സന്തോഷത്തിലായി. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി അത് നിൽക്കുന്ന സമയത്ത് വേണി ഓടി വന്നിട്ട് ഒരു ബലൂൺ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആദർശിൻ്റെ പുറകെ വെച്ചിട്ട് അതങ്ങ് കുത്തി പൊട്ടിക്കുക കേട്ടോ. ഇപ്പം ശരിയാക്കി കൊടുക്കുക എന്നുള്ള മട്ടിൽ. അപ്പോൾ ആദർശ് ഞെട്ടി തിരിഞ്ഞ് നോക്കുക. അയ്യോ എന്ന് പറഞ്ഞു. ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ഇത് കണ്ടോ, ബലൂണാ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര, അതെ
ദിവ്യഗർഭമൊന്നും അല്ലട്ടോ, ഞാൻ പറഞ്ഞത് സീരിയസ് ആണേ, മറക്കല്ലേ എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് വേണിക്കൂട്ട് കൂടാതെ നിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇവർ രണ്ടുപേരുടെ ചിരി കാണാൻ കേട്ടോ, ഭയങ്കര ഹാപ്പിയായി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.